ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അടുത്ത സെക്ഷനാണ്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പഠിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തിയറം ഉണ്ട്, തിയറം 8.10. അതെന്താണെന്ന് നോക്കാം. Let T belongs to LOP and lambda belongs to F, then for every basis of V with respect to which T has an upper triangular matrix, lambda appears on the diagonal of the matrix of T precisely dimension null T minus lambda the whole raised to dimension V times. അപ്പോൾ T എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ലാംഡ എന്ന് പറയുന്ന ഒരു സ്കെയിലർ ഉണ്ട്. Then for every basis of V with respect to which T has an upper triangular matrix. അപ്പം നമുക്ക് അറിയാം ടിക്ക് ഓരോ ബേസിസിലും ഓരോ മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന റിസൾട്ട് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അത് ട്രൂ ആവത്തുള്ളൂ. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുന്ന ഒരു ബേസിസ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ലാംഡ അപ്പിയേഴ്സ് ഓൺ ദ ഡയഗണൽ ഓഫ് ദ മെട്രിക്സ് ഓഫ് ടി പ്രിസൈസ്ലി ഡയമെൻഷൻ നൾ ടി മൈനസ് ലാംഡ ദ ഹോൾ റൈസ്ഡ് ടു ഡയമെൻഷൻ വി ടൈംസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഈ ഐഗൻ വാല്യൂ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഐഗൻ വാല്യൂ നമ്മുടെ ഈ ടീൻ്റെ മെട്രിക്സിൻ്റെ ഡയഗണലിൽ എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയമെൻഷൻ നൾ ടി മൈനസ്, അതായത് ടി മൈനസ് ലാംഡ എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുന്നു, പവർ ഡയമെൻഷൻ വി എടുക്കുന്നു, അതിൻ്റെ നൾ സ്പേസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡയമെൻഷൻ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൂഫിലേക്ക് പോവുകയാണെങ്കിൽ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി വി മേ അസ്യൂം ദാറ്റ് ലാംഡ ഈക്വൽ ടു 0. അപ്പോൾ ലാംഡ ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആഫ്റ്റർ ദ തിയറം ഈസ് പ്രൂവ്ഡ് വി ക്യാൻ ഒബ്റ്റെയിൻ ദ ജനറൽ കേസ് ബൈ റീപ്ലേസിങ് ടി വിത്ത് ടി മൈനസ് ലാംഡ ഐ. അപ്പോൾ ലാംഡ ഈക്വൽ ടു ശരിക്കും പറഞ്ഞാൽ ടി മൈനസ് ലാംഡ ഐക്കാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ടി മൈനസ് ലാംഡ എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ താഴെ കണ്ടില്ലേ, ഒരു ഇക്വേഷൻ 1 ഒരു മെട്രിക്സ് ഇല്ലേ. അപ്പോൾ അവിടെ ഡയഗണലിൽ നമുക്ക് ലാംഡ 1 അങ്ങനെ പോയി ലാംഡ n വരെയുള്ള കുറേ എണ്ണം എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മൈനസ് ലാംഡ ഐ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ ഓരോ എൻട്രിയും ഈ ഡയഗണലിലുള്ളത് ലാംഡ 1 മൈനസ് ലാംഡ, ലാംഡ 2 മൈനസ് ലാംഡ, അങ്ങനെ പോയി ലാംഡ n മൈനസ് ലാംഡ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടൊരു പ്രൂഫ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാംഡ ഈക്വൽ ടു 0 ഇത് ചെയ്തിട്ട് നമ്മൾ ടി മൈനസ് ടിക്ക് പകരം ടി മൈനസ് ലാംഡ ഐ വെച്ച് ചെയ്താലും ഇത് ട്രൂ ആവും. ഓക്കെ, ജനറൽ കേസ് ട്രൂ ആവും. അപ്പോൾ നമ്മൾ അങ്ങനെ ലാംഡ ഈക്വൽ ടു 0 മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫോർ കൺവീനിയൻസ് ലെറ്റ് n ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ വി. അപ്പോൾ n ഈസ് ഈക്വൽ ടു നമ്മുടെ ഡയമെൻഷൻ വി ആയിട്ട് എടുക്കുന്നു. വി വിൽ പ്രൂവ് ദിസ് തിയറം ബൈ ഇൻഡക്ഷൻ ഓൺ n. അപ്പോൾ എന്നിലെ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഡയമെൻഷൻ വിയിൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നു. ക്ലിയർലി ദ ഡിസൈഡ് റിസൾട്ട് ഹോൾസ് ഇഫ് n ഈസ് ഈക്വൽ ടു 1. അപ്പോൾ n ഈസ് ഈക്വൽ ടു 1 ചെയ്യുമ്പോൾ റിസൾട്ട് ട്രൂ ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ ഏറ്റവും ലാസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടി എന്ന് പറയുന്ന ഒരു 1 ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ ഡിഫൈൻ ചെയ്യിക്കുന്ന ഓപ്പറേറ്റർ ആയിരിക്കണം. അപ്പം അതായിട്ട് നമ്മൾ എഫ് എടുക്കുന്നു. അപ്പോൾ ടി ബിലോങ്സ് ടു എൽ ഓഫ് എഫ് ഡിഫൈൻഡ് ബൈ ടി എഫ് ഇസിക്കൽ ടു എക്സ്. ഇങ്ങനെ ഡിഫൈൻ ചെയ്താലേ നമുക്കൊരു 1/1 മെട്രിക്സ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 1 ഡയമെൻഷണൽ സ്പേസ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ടി എഫ് ഇസിക്കൽ എക്സ്, അതായത് ഇങ്ങനെ 1/1 മെട്രിക്സ് വരുന്ന രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഹിയർ എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എ ഈസ് ദ ഓൺലി, അല്ലെങ്കിൽ ടീൻ്റെത് ഒരു 1 ഡയമെൻഷൻ സ്പേസ് ആണെങ്കിൽ നമുക്ക് 1/1 മെട്രിക്സ്, 1 ഡയമെൻഷൻ സ്പേസിൽ ഓപ്പറേറ്റർ ആണെങ്കിൽ എന്ന് വെച്ചാൽ അതിലേക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു 1/1 മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഹിയർ എ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്നു. എ നോൺ 0 ആണ്. ഈസ് ദ ഓൺലി ഐഗൻ വാല്യൂ ഓഫ് ടി. ഓക്കെ, കാരണം ടി എക്സ് ഇസിക്കൽ ടു എ എക്സ് കണ്ടാലേ നമുക്ക് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ ഐഗൻ വാല്യൂ എ മാത്രമാണെന്നത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ദിസ് ഒക്കേഴ്സ് ഓൺലി വൺ ടൈം ഓൺ ദി ഡയഗണൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയഗണലെന്ന് പറഞ്ഞാൽ ആകെ ഒറ്റ ഒരു എൻട്രിയേ ഉള്ളൂ. എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുള്ളൂ. എ നോൺ 0 ആണ്. എ ഇസ് ദ ഓൺലി ഐഗൻ വാല്യൂ ഓഫ് ടി ആണ്. ദിസ് ഒക്കേഴ്സ് ഓൺലി 1 ടൈം ഓൺ ദ ഡയഗണൽ. വി ഹാവ് ടു ഫൈൻഡ് ഡയമെൻഷൻ നൾ. അപ്പം ഇത് നമ്മുടെ റിസൾട്ട് പറയുന്നത് ഡയമെൻഷൻ നൾ ടി മൈനസ് ഐ ദ ഹോളസ്റ്റ് ഡയമെൻഷൻ വി ടൈംസ് ആണ് ഇത് ഒക്കർ ചെയ്യുന്നതെന്നല്ലേ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 1 ആണ്. അപ്പോൾ ഈ ഡയമെൻഷൻ നൾ ടി മൈനസ് ഐ ദ ഹോളസ്റ്റ് ഡയമെൻഷൻ വിയുടെ വാല്യൂ 1 ആണോ നോക്കാം. ഡയമെൻഷൻ വി എഫിൻ്റെ ഡയമെൻഷൻ 1 ആണ്. അപ്പോൾ ടി മൈനസ് ഐ ദ ഹോളസ്റ്റ് 1. ഇപ്പോൾ ടി മൈനസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മെട്രിക്സ് ആവും. ടി മൈനസ് ഐ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു കഴിഞ്ഞാൽ 0x ഇസ് ഈക്വൽ ടു 0 എന്നാണ് റൈറ്റ് സൈഡ് ചെയ്തേണ്ടത്. നൾ സ്പേസിൻ്റെ ഡയമെൻഷൻ, നൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന എക്സുകളുടെ
സ്പേസിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ ഇവിടെ 0x = 0 ആകുന്ന ആ എക്സ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഡയമെൻഷൻ എന്താ? 1/1 മെട്രിക്സിൻ്റെ ഡയമെൻഷൻ 1 ആണ്. അപ്പോൾ നൾ സ്പേസിൻ്റെ ഡയമെൻഷൻ 1 ആണ്. അപ്പോൾ ഐഗൻ വാല്യൂ എ എന്ന് പറയുന്നത് 1 ടൈം ആണ്, ഒക്കർ ചെയ്യുന്നതും 1 ടൈം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ക്ലിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇന്ന് എഴുതിയത്. ദാസ് വി, അപ്പോൾ അത് നിങ്ങൾ എക്സാമിന് അത് എഴുതണ്ട, ഇത്ര എഴുതിയാൽ മതി. ക്ലിയർലി ദ ഡിസൈഡ് റിസൾട്ട് ഹോൾസ് ഇഫ് n = 1. ദസ് വി ക്യാൻ അസ്യൂം ദാറ്റ് n > 1 n > 1 ആണെന്ന് അസ്യൂം ചെയ്യുന്നു, ഇൻഡക്ഷൻ ആണല്ലോ. ആൻഡ് ദാറ്റ് ദ ഡിസൈഡ് റിസൾട്ട് ഹോൾസ് ഓൺ സ്പേസസ് ഓഫ് ഡയമെൻഷൻ n-1 ഡയമെൻഷനുള്ള സ്പേസസിലെല്ലാം ഇത് ട്രൂ ആണെന്ന് നമ്മൾ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. Suppose V1, etc. Vn is a basis of V with respect to which G has an upper triangular matrix lambda 1 etc. lambda കണ്ടല്ലോ. അപ്പോൾ V1, etc. Vn എന്ന് പറയുന്ന ഒരു ബേസിസ് എടുക്കുന്നു. അതിനൊരു അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത് എന്താണ്? n > 1 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് ദ ഡിസൈഡ് റിസൾട്ട് ഹോൾസ് ഓൺ സ്പേസസ് ഓഫ് ഡയമെൻഷൻ n-1. Okay, suppose V1, etc. Vn is a basis of V with respect to which D has an upper triangular matrix. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട മെട്രിക്സ് ആണത്. ഒരു ബേസിസ് ഉണ്ട്, അതിൽ നമുക്ക് ടിക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഇക്വേഷൻ 1 മെട്രിക്സിനെ കാണിക്കുന്നു. ലെറ്റ് യു = സ്പാൻ ഓഫ് V1, etc. Vn-1. ഇതിൽ n-1 വെക്ടേഴ്സിൻ്റെ സ്പാനാണ് ഇത് നമ്മുടെ യു എന്ന് പറയുന്നത്. അപ്പോൾ n-1 വെക്ടേഴ്സിൻ്റെ സ്പാനാണ് യു. ക്ലിയർലി യു ഈസ് ഇൻവേരിയൻ്റ് അണ്ടർ ടി. കാരണം 5.12 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ ഇങ്ങനെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ അത് ഇൻവേരിയൻ്റ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ 5.12 പഠിച്ചാണ്. ആൻഡ് ദ മെട്രിക്സ് ഓഫ് ടി റെസ്ട്രിക്റ്റഡ് ടു യു വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് V1, etc. Vn-1. അപ്പോൾ ഈ ടി റെസ്ട്രിക്റ്റഡ് ടു യു നമ്മൾ എടുക്കുകയാണ്. ടി എന്ന് പറയുന്നതിന് യുവിലെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് കാണുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മെട്രിക്സ് എങ്ങനെയായിരിക്കും? ലാംഡ n എന്നുള്ളത് പോയിട്ട് ബാക്കിയുള്ളതെല്ലാം അതുപോലെ വരും. അതിനെ നമ്പർ 2 എന്ന് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ദസ് ബൈ അവർ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് 0, അപ്പോൾ ഇതിന് റിസൾട്ട് ട്രൂ ആണല്ലോ. 0 അപ്പിയേഴ്സ് ഓൺ ദി ഡയഗണൽ ഓഫ് 2 ഡയമെൻഷൻ നൾ ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു n-1 ടൈംസ്. അപ്പോൾ എത്ര പ്രാവശ്യം 0 ഇതിൻ്റെ ഡയഗണലിൽ വരും? ഡയമെൻഷൻ നൾ ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു n-1 ടൈംസ് ആണ് 0 ഇതിൻ്റെ ഡയഗണലിലേക്ക് വരാൻ പോകുന്നു. എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ്. ഡയമെൻഷൻ നൾ ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു n-1 ടൈംസ് വരും. വി നോ ദാറ്റ് നൾ ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു n-1 ഈക്വൽ ടു നൾ ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു n. കാരണം എന്താണ്? യു എന്ന് പറയുന്നത് ടി എവിടെയുള്ളതാണിപ്പോൾ? ടി റെസ്ട്രിക്റ്റഡ് ടു യു ആണ് നമ്മുടെ ഓപ്പറേറ്റർ. ടി എന്ന് പറയുന്നത് ഇപ്പോൾ യുവിലെ ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ആ സ്പേസിൻ്റെ ഡയമെൻഷൻ, യുവിൻ്റെ ഡയമെൻഷൻ n-1 ആണ്. അപ്പോൾ ആ n-1 പവർ എടുക്കുമ്പോൾ ഉള്ള ഓപ്പറേറ്ററിൻ്റെ നൾ സ്പേസ് അതിന് ശേഷമുള്ളതിനോടെല്ലാം ഈക്വൽ, ആ പിന്നീടുള്ള പവറിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നതാണ് 8.6 നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ബിക്കോസ് യു ഹാസ് ഡയമെൻഷൻ n-1 ആൻഡ് ബൈ യൂസിങ് 8.6. Hence 0 appears on the diagonal of 2 dimension null t restricted to u the whole raised to n times. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാമല്ലോ ഇതിനെ, 0 എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യും? ഡയമെൻഷൻ നൾ ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ്ഡ് ടു n-1 വരെ n എന്ന് പറയാം. രണ്ടും ഈക്വലാണ്. ഇക്വേഷൻ 3 ആണ്. ദ പ്രൂഫ് ബ്രേക്സ് ഇൻ ടു 2 കേസസ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ലാംഡ n ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഒരു ലാംഡ n-ൻ്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? ആ ലാംഡ n-ൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് നമുക്ക് രണ്ട് കേസായിട്ട് ഇത് തിരിക്കാം. കേസ് 1 ലാംഡ n നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇൻ ദിസ് കേസ് വി വിൽ ഷോ ദാറ്റ് നൾ ടി റേസ്ഡ് ടു n സബ്സെറ്റ് ഓഫ് യു. ഓക്കെ, അപ്പോൾ ഇവിടെ കേസ് 1 ലാംഡ n നോട്ട് ഈക്വൽ ടു 0 ആണ്. ഈ കേസിന് നമ്മൾ നൾ ടി റേസ്ഡ് ടു n സബ്സെറ്റ് ഓഫ് യു എന്ന് നമ്മൾ കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലുള്ള പ്രയോജനം എന്താണ്? വൺസ് ദിസ് ഈസ് പ്രൂവ്ഡ് വി വിൽ ഗെറ്റ് നൾ ടി റേസ്ഡ് ടു n equal to null t restricted to u the whole raised to n. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് null t raised to n is equal to null t restricted to u the whole raised to n എന്ന് പറയാം. കാരണം null t raised to n സബ്സെറ്റ് ഓഫ് u ആണ്. ഓക്കെ,
അപ്പം നൾ ടി റേസ് ടു എൻ എന്ന് പറയുന്നതും ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നതും ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു എൻ എന്ന് പിന്നെ പറയണ്ട, കാരണം നൾ ടി റേസ് ടു എൻ ഈ യുവിൽ തന്നെ കിടക്കുമായതുകൊണ്ട് ടി റെസ്ട്രിക്റ്റഡ് ടു ദ ഹോൾ റേസ് ടു എൻ എടുത്താലും നൾ ടി റേസ് ടു എൻ എടുത്താലും സെയിം തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡ് ഹെൻസ് ഫ്രം ഇക്വേഷൻ 3യിൽ നിന്ന് നമുക്ക് 0 അപ്പിയേഴ്സ് ഓൺ ദ ഡയഗണൽ ഓഫ് 2 ഡയമെൻഷൻ നൾ ടി റെസ്ട്രിക്റ്റഡ് ടു യുവിന് പകരം ടി റേസ് ടു എൻ ടൈംസ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് മെട്രിക്സിൻ്റെയും ഒരേ നമ്പർ തന്നെയാണ്. അത് കാരണം ഈ ലാംഡ എൻ ഇവിടെ നോട്ട് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ 2ൽ എത്ര പ്രാവശ്യം 0 ഒക്കർ ചെയ്യുന്നു അത്രയും പ്രാവശ്യം തന്നെയാണ് ഇക്വേഷൻ 1ലും ഒക്കർ ചെയ്യുന്നത്. കാരണം ലാംഡ എന്നിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ലാംഡ എൻ നോൺ സീറോയുമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരെണ്ണം കൂടി വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ റിസൾട്ട് കിട്ടും, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള റിസൾട്ട് അതിൽ നിന്ന് കിട്ടും. കാരണം ഡയമെൻഷൻ നൾ ടി റേസ് ടു എൻ ടൈംസ് ആണെന്ന് നമുക്ക് കിട്ടും. ആൻഡ് ഹെൻസ് ഫ്രം ഇക്വേഷൻ 3 വി ഗെറ്റ് 0 അപ്പിയേഴ്സ് ഓൺ ദ ഡയഗണൽ ഓഫ് ഇക്വേഷൻ 1 എക്സാക്ട്ലി ഡയമെൻഷൻ നൾ ടി റേസ് ടു എൻ ടൈംസ് എന്ന് കിട്ടും. കംപ്ലീറ്റിംഗ് ദ പ്രൂഫ് ഇൻ ദ കേസ് വെയർ ലാംഡ നോട്ട് ഈക്വൽ ടു 0. Okay, because m of t is given by equation 1, we have m of t raised to n is m of t എന്ന് പറയുന്നത് ഇക്വേഷൻ 1ൽ നമ്മൾ കണ്ടതാണ്. m of t raised to n, m of t the whole raised to n ഈക്വൽ ടു ലാംഡ 1 raised to n അങ്ങനെ പോയിട്ട്, അതായത് ഈ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ പവർ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡയഗണലിലുള്ള എൻട്രീസിൻ്റെ പവർ എടുത്ത് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു. ദിസ് ഷോസ് ദാറ്റ്, അപ്പോൾ നോക്കിക്കേ, ടി റേസ് ടു എൻ ബി എൻ ഈക്വൽ ടു യു പ്ലസ് ലാംഡ എൻ റേസ് ടു എൻ ബി എൻ. ഇതെങ്ങനെ കിട്ടി? നമ്മൾ എങ്ങനെയാണ് ഈ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തത്? ടി റേസ് ടു എന്നിൻ്റെ മെട്രിക്സ്. അപ്പം ടി റേസ് ടു എൻ V1 കണ്ടുപിടിക്കുന്നു, അതിനെ V1 കോമക്സിൻ്റെ വി എന്നിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയിട്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് വരുന്ന സ്കെയിലറുകൾ ഫസ്റ്റ് കോളത്തിൽ എഴുതുന്നു. അങ്ങനെയാണ് ഓരോന്നും എഴുതുന്നത്. അപ്പോൾ ഇതിനകത്തിൽ അങ്ങേയറ്റത്തുള്ള ടി റേസ് ടു എൻ ബി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് V1 കോമക്സിൻ്റെ വി എന്നിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയിട്ട് ഏറ്റവും ലാസ്റ്റ് വന്ന ആ ഒരു വി എന്നിൻ്റെ കൂടെ വരുന്നതാണ് ലാംഡ എൻ റേസ് ടു എൻ എന്ന് പറയുന്നത്. ടി റേസ് ടു എൻ വി എൻ ഈസ് ഈക്വൽ ടു യു പ്ലസ് ലാംഡ എൻ റേസ് ടു എൻ വി എൻ. വി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആദ്യത്തെ V1 കോമക്സിൻ്റെ VN-1 വരെയുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ യു ആയിട്ട് എടുത്തിരിക്കുന്നത്. യു പ്ലസ് സ്മോൾ യു, കാരണം അത് ക്യാപിറ്റൽ യുവിലെ എലമെൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ സ്മോൾ യു എന്ന് വിളിക്കുന്നു. സ്മോൾ യു പ്ലസ് ലാംഡ എൻ റേസ് ടു എൻ വി എൻ. കണ്ടില്ലേ? ഫോർ സം യു ബിലോങ്സ് ടു യു. ടു പ്രൂവ് ഇക്വേഷൻ 4 പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റിൽ അസ്യൂമിങ് ദാറ്റ് ലാംഡ എൻ നോട്ട് ഈക്വൽ ടു 0, സപ്പോസ് വി ബിലോങ്സ് ടു നൾ ടി റേസ് ടു എൻ. വി ബിലോങ്സ് ടു നൾ ടി റേസ് ടു എൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതെവിടെ ഉണ്ടെന്ന് കാണിക്കണം, യുവിലുണ്ടെന്ന് കാണിക്കണം. ദെൻ വി ക്യാൻ റൈറ്റ് വി ഇൻ ദി ഫോം. ഇനി നൾ ടി റേസ് ടു എൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് വി ആണ്, കാരണം ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഓൺ വി ആണ്, ടി റേസ് ടു എന്നും ഓപ്പറേറ്റർ ഓൺ വി ആണ്. അപ്പോൾ നൾ സ്പേസ് സബ്സെറ്റ് ഓഫ് വി ആയിരിക്കും. ദെൻ വി ക്യാൻ റൈറ്റ് വി ഇൻ ദ ഫോം. ഇനി ഏതൊരു വെക്ടർ ഇൻ ക്യാപിറ്റൽ വി എടുത്താലും അതിനെ നമുക്ക് അതിൻ്റെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. അപ്പോൾ ആദ്യത്തെ പിന്നെ n-1 വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിനെ ചേർത്തിട്ട് യു ടിൽഡ എന്ന് വിളിക്കുന്നു. പ്ലസ് ബാക്കിയുള്ളതിനെ അതേപോലെ എഴുതി എ ഇൻറ്റു ബി എന്ന് എഴുതി. വേർ യു ടിൽഡ ബിലോങ്സ് ടു യു ആൻഡ് എ ബിലോങ്സ് ടു എഫ്. ദസ് 0 ഈക്വൽ ടു ടി റേസ് ടു എൻ ബി. കാരണം ബി എവിടെ നിന്നാണ് എടുത്തത്? എന്നാൽ ടി റേസ് ടു എന്നിനകത്തു നിന്നാണ് എടുത്തത്. ഈക്വൽ ടു ഈ ടി റേസ് ടു എന്നെ നമ്മൾ വിക്കകത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ടി റേസ് ടു എൻ യു ടിൽഡ പ്ലസ് എ ഇൻറ്റു ടി റേസ് ടു എൻ ബി എൻ എന്ന് കിട്ടും. ഈക്വൽ ടു ടി റേസ് ടു എൻ യു ടിൽഡ പ്ലസ് ഇനി എ ഇൻറ്റു ടി റേസ് ടു എൻ വി എൻ മേളിലുണ്ട്, അതിനകത്തോട്ട് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ യു പ്ലസ് എ ഇൻറ്റു ലാംഡ എൻ റേസ് ടു എൻ വി എൻ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇക്വേഷൻ 5 ആണ്. യു ടിൽഡ ബിലോങ്സ് ടു യു ഇംപ്ലൈസ് യു ടിൽഡ യുവിലുള്ളതാണ്. ടി റേസ് ടു എൻ യു ടിൽഡ എവിടെ ഉണ്ട്? യുവിലുണ്ട്, കാരണം യു ഇൻവേരിയൻ്റ് ആണ്, ടി ആണ്. ഓൾസോ എ ഇൻറ്റു യു എവിടെ ഉണ്ട്? യുവിലുണ്ട്. ആൻഡ് വി എൻ എവിടെ ഇല്ല? യുവിനകത്ത് ഇല്ല. അപ്പോൾ ഇക്വേഷൻ 5 നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ടി റേസ് ടു എൻ യു ടിൽഡ പ്ലസ് എ യുവിനെ നമുക്ക് ഈക്വൽ ടു
മൈനസ് എ ലാംഡ എൻ റേസ് ടു എൻ വി എൻ എന്ന് എഴുതാം. ലെഫ്റ്റിൽ എഴുതിയിരിക്കുന്ന എലമെൻറ്റ് എവിടെ ഉണ്ട്? ക്യാപിറ്റൽ യുവിനകത്തിലുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് എവിടെ വരണം? ക്യാപിറ്റൽ യുവിനകത്ത് വരണം. മൈനസ് എ ലാംഡ എൻ റേസ് ടു എൻ വി എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ യു ഇംപ്ലൈസ്. അപ്പോൾ ഈ വി എൻ എന്ന് പറഞ്ഞ യുവിനകത്തില്ല, പക്ഷേ ഈ മൈനസ് എ ലാംഡ എൻ റേസ് ടു എൻ വി എൻ യുവിനകത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് 0 ആവണം. വി എൻ ഒരിക്കലും 0 ആകത്തില്ല, അത് ബേസിസ് വെക്ടറാണ്. സോ ഈ സ്കെയിലാറാണ് 0 ആവേണ്ടത്. എ ഇൻറ്റു ലാംഡ എൻ റേസ് ടു എൻ 0 ആണ്. അപ്പോൾ ഈ ലാംഡ എൻ എന്ന് പറയുന്നത് നോൺ 0 ആണ്. സോ എ എന്താവണം? 0 ആവണം. അപ്പോൾ വി എന്താവും? വി നമ്മൾ എടുത്ത എങ്ങനെ? ഇങ്ങനെ വി നമ്മൾ എടുത്തത് യു ടിൽഡ പ്ലസ് കണ്ടില്ലേ, എ വി എൻ എന്നാണ് നമ്മൾ വി എടുത്തത്. അപ്പോൾ അതിനകത്ത് എ 0 ആയതുകൊണ്ട് വി സിക്കൽ എന്ത് കിട്ടും? നമുക്ക് യു ടിൽഡ എന്ന് കിട്ടും. വി സിക്കൽ യു ടിൽഡ ബിലോങ്സ് ടു യു എന്ന് കിട്ടും. ഇംപ്ലൈസ് നൾ ടി റേസ് ടു എൻ സബ്സെറ്റ് ഓഫ് യു. ഓക്കെ, ഇനി കേസ് 2 ബാക്കിയെല്ലാം നമ്മൾ എങ്ങനെ വരുമെന്ന് പിന്നെ പറഞ്ഞതാണ്. കേസ് 2 ലാംഡ എൻ ഈക്വൽ ടു 0 ആണെങ്കിൽ എങ്ങനെ? ഇൻ ദിസ് കേസ് വി വിൽ ഷോ ദാറ്റ് ഡയമെൻഷൻ നൾ ടി റേസ് ടു എൻ ഈക്വൽ ടു ഡയമെൻഷൻ നൾ ടി റെസ്ട്രിക്റ്റഡ് ടു ദ ഹോൾ റേസ് ടു എൻ പ്ലസ് 1. ഇങ്ങനെയാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മെട്രിക്സിനകത്ത് എത്ര പ്രാവശ്യം, രണ്ടാമത്തെ മെട്രിക്സിനകത്തിൽ എത്ര പ്രാവശ്യമാണ് നമ്മുടെ 0 റിപ്പീറ്റ് ചെയ്യുന്ന ഡയമെൻഷൻ നൾ ടി റെസ്ട്രിക്റ്റഡ് ടു ദ ഹോൾ റേസ് ടു എൻ ടൈംസ് 0 അതിനകത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലാംഡ എൻ ഇവിടെ 0 ആയതുകൊണ്ട് ഫസ്റ്റ് മെട്രിക്സിൽ അപ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? സെക്കൻഡിൽ റിപ്പീറ്റ് ചെയ്യുന്നത് +1. അങ്ങനെയാണ് ഡയമെൻഷൻ നൾ ടി റെസ്ട്രിക്റ്റഡ് ടു ദ ഹോൾ റേസ് ടു എൻ +1 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഡയമെൻഷൻ നൾ ടി റേസ് ടു എന്നിനോട് ഈക്വൽ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം ഡയമെൻഷൻ നൾ ടി റേസ് ടു എൻ ടൈംസ് ആണെന്ന് കിട്ടും. അതാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, 1 together with 3 will complete the proof when lambda n equal to 0. Using the formula for the dimension of the sum of two subspaces 2.18, we have dimension null t raised to n equal to dimension u intersection null t raised to n plus dimension u plus null t raised to n minus dimension u. ഇനി ഡയമെൻഷൻ ഓഫ് യു പ്ലസ് നൾ ടി റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഡയമെൻഷൻ എ പ്ലസ് ബിയുടെ ഫോർമുലയ്ക്കകത്തുനിന്നാണ് ഇത് വരുന്നത്. അതിനകത്ത് ഡയമെൻഷൻ നൾ ടി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ യു ഇൻ്റർസെക്ഷൻ നൾ ടി റേസ് ടു എൻ പ്ലസ് ഡയമെൻഷൻ യു പ്ലസ് നൾ ടി റേസ് ടു എൻ മൈനസ് ഡയമെൻഷൻ യു. ഓക്കെ, ഈക്വൽ ടു ഡയമെൻഷൻ നൾ ടി റെസ്ട്രിക്റ്റഡ് ടു ദ ഹോൾ റേസ്. അതിന് ഇതായത് യു ഇൻ്റർസെക്ഷൻ നൾ ടി റേസ് ടു എന്നും ഡയമെൻഷൻ നൾ ടി റെസ്ട്രിക്റ്റഡ് ടു യു ഹോൾ റേസ് ടു എന്നും സെയിം തന്നെയാണ്. പ്ലസ് ഡയമെൻഷൻ യു പ്ലസ് നൾ ടി റേസ് ടു എൻ മൈനസ് ഓഫ് ഡയമെൻഷൻ യു എൻ മൈനസ് 1 ആണ്. സപ്പോസ് വി ക്യാൻ പ്രൂവ് ദാറ്റ് നൾ ടി റേസ് ടു എൻ കണ്ടെയ്ൻസ് എ വെക്റ്റർ നോട്ട് ഇൻ യു. ഇപ്പോൾ നൾ ടി റേസ് ടു എന്നകത്തൊരു വെക്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, വിച്ച് ഈസ് നോട്ട് ഇൻ യു. അങ്ങനെയാണെങ്കിൽ എൻ ഈക്വൽ ടു ഡയമെൻഷൻ ബി ആണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡയമെൻഷൻ യു പ്ലസ് നൾ ടി റേസ് ടു എൻ. അതെങ്ങനെ കിട്ടും? നമുക്ക് യു പ്ലസ് യുവും നൾ ടി റേസ് ടു എന്നും എല്ലാം വിയുടെ സബ്സ്പേസസ് ആണ്. ഇനി യു പ്ലസ് ഡയമെൻഷൻ നൾ ടി റേസ് ടു എന്നും വിയുടെ സബ്സ്പേസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ലെസ് ദാൻ ഈക്വൽ ടു ഡയമെൻഷൻ വി ആണ്. ഇത് ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ യു ആണ്. കാരണം നൾ ടി റേസ് ടു കണ്ടെയ്ൻസ് എ വെക്റ്റർ നോട്ട് ഇൻ യു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ മറ്റേനേക്കാളും ഒന്നേലും കൂടുതൽ വരും. ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ യു ഈക്വൽ ടു എൻ മൈനസ് 1. അത്രയും നമുക്ക് കിട്ടി. ഇംപ്ലൈസ് ഡയമെൻഷൻ യു പ്ലസ് നൾ ടി റേസ് ടു എൻ ഈക്വൽ ടു എൻ എന്ന് നമുക്ക് കിട്ടും. കാരണം എന്താ? ഡയമെൻഷൻ യു പ്ലസ് നൾ ടി റേസ് ടു എൻ ഗ്രേറ്റർ ദാൻ എൻ മൈനസ് 1 ആണ്, ഈക്വൽ ടു എന്നും ആണ്. ഓക്കെ, ഇക്വേഷൻ 8. ഡയമെൻഷൻ നൾ ടി റേസ് ടു എൻ ഈക്വൽ ടു ഡയമെൻഷൻ, അപ്പോൾ അതിനകത്ത് മുകളിലത്തേൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡയമെൻഷൻ നൾ ടി റേസ് ടു എൻ ഈക്വൽ ടു ഡയമെൻഷൻ നൾ ടി റെസ്ട്രിക്റ്റഡ് ടു ദ ഹോൾ റേസ് ടു എൻ പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കഴിഞ്ഞു. ദസ് ടു കംപ്ലീറ്റ് ദ പ്രൂഫ്. അപ്പോൾ ഇത്രയും കാണിച്ചാൽ മതി. എന്താണ്? നൾ ടി റേസ് ടു എൻ കണ്ടെയ്ൻസ് എ വെക്റ്റർ വിച്ച് ഈസ് നോട്ട് ഇൻ യു. അങ്ങനെ കാണിച്ചാൽ മതി. വി വിൽ ഫൈൻഡ് എ വെക്റ്റർ ഇൻ നൾ ടി റേസ് ടു എൻ ദാറ്റ് ഈസ്. അപ്പോൾ അങ്ങനൊരു വെക്റ്റർ കണ്ടുപിടിക്കണം നമ്മൾ. അപ്പോൾ ഒരു വെക്റ്ററിൻ്റെ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഫോം ഇതിനകത്തിൽ ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. കൺസിഡർ വെക്റ്റർ ഓഫ് ദി ഫോം യു മൈനസ് വി എൻ എന്ന് പറയുന്നൊരു വെക്റ്റർ എടുക്കുന്നു. യു ബിലോങ്സ് ടു യു ആണ്, വി എൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ വിയിലാണ്. ക്ലിയർലി സച്ച് എ വെക്റ്റർ ഈസ് നോട്ട് ഇൻ യു. എൻ്റെ കാരണം എന്താ? കാരണം യുവിനകത്ത് ഉള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v1 കോമേഴ്സിൻ്റെ വി എൻ മൈനസ് 1 ലീനിയർ കോമ്പിനേഷൻ. അതിനകത്തുനിന്ന് വി എൻ കുറച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്താണ്
വി എൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകത്തില്ല. അപ്പോൾ വി എൻ എന്ന് പറയുന്ന യുവിനകത്തിൽ ഇല്ലാത്തതാണ്. അപ്പോൾ യു മൈനസ് വി എൻ ഉറപ്പായിട്ടും എവിടെ ഇല്ല, യുവിനകത്തിലില്ല. നൗ വി വിൽ ചെക്ക് വെദർ വി ക്യാൻ ചൂസ്. അപ്പോൾ ഇങ്ങനൊരു ഫോം നമ്മൾ ഇതിനകത്തിൽ ഇല്ലാത്ത, അതായത് യുവിനകത്തിലില്ലാത്തൊരു വെക്ടറിൻ്റെ ഒരു ഫോം, ഇങ്ങനൊരു വെക്ടർ ഉണ്ടെങ്കിൽ അത് യുവിനകത്തിൽ ഉറപ്പായിട്ടും കാണത്തില്ല. അപ്പോൾ ഇങ്ങനൊരു യു നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അടുത്ത നമ്മൾ നോക്കുന്നത്. ലെറ്റ്സ് കമ്പ്യൂട്ട് ടി റേസ് ടു എൻ ഓഫ് യു മൈനസ് വി എൻ ഈക്വൽ ടു ടി റേസ് ടു എൻ യു മൈനസ് ടി റേസ് ടു എൻ വി എൻ ടു മേക്ക് ദി എബോ വെക്ടർ ഈക്വൽ 0. ഇത് ഈക്വൽ 0 വന്നു കഴിഞ്ഞാൽ യു മൈനസ് വി എൻ എവിടെ വരും? ഞാൻ ടി റേസ് ടു എന്നകത്ത് വരും. വി മസ്റ്റ് ചൂസ് ഇഫ് പോസിബിൾ യു ബിലോങ്സ് ടു യു സച്ച് ദാറ്റ്, അപ്പോൾ ടി റേസ് ടു എൻ യു മൈനസ് ടി റേസ് ടു എൻ വി എൻ ഈക്വൽ ടു 0 നമുക്ക് കിട്ടണം. അപ്പോൾ ടി റേസ് ടു എൻ യു ഈക്വൽ ടു ടി റേസ് ടു എൻ വി എൻ ആവണം. We can do this if t raised to n vn belongs to range t restricted to the whole raised to n. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴാണ് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്? ടി റേസ് ടു എൻ യു ഈസ് ഈക്വൽ ടു ടി റേസ് ടു എൻ വി എൻ. അപ്പോൾ ഇത് സാധിക്കണമെങ്കിൽ ടി റേസ് ടു എൻ വി എൻ ബിലോങ്സ് ടു റേഞ്ച് ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു എൻ ആയിരിക്കണം. ഓക്കെ, എന്നായിരിക്കണം എന്നല്ല, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടി റേസ് ടു എൻ യു ഈസ് ഈക്വൽ ടു ടി റേസ് ടു എൻ വി എൻ ആവും. കാരണം ടി റേസ് ടു എൻ വി എൻ റേഞ്ച് ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു എന്നിൻ്റെ റേഞ്ചിലുള്ള എലമെൻറ്റ്, അതിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? ടി റേസ് ടു എൻ ഓഫ് ഒരു വെക്ടർ ആയിരിക്കും. ആ വെക്ടർ യുവിലെ ആയിരിക്കും. കാരണം നമ്മൾ ടി റെസ്ട്രിക്റ്റഡ് ടു യുവിൻ്റെ റേഞ്ചാണ് നോക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ we can do t raised to n vn belongs we can do this if t raised to n vn belongs to range t raised to u the whole raised to n, because 1 is the matrix with respect to v1 comma etc vn. We say that t vn belongs to capital U. അപ്പോൾ 1 എന്ന് പറയുന്ന ആദ്യത്തെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇസ് ദ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു വി വൺ കോമ എക്സെട്ര വി എൻ ആണ്. വി സീ ദാറ്റ് ടി വി എൻ ബിലോങ്സ് ടു യു, കാരണം ലാംഡ എൻ ഇവിടെ 0 ആണ്. അപ്പോൾ ടി വി എൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കോളം നോക്കുക. ലാസ്റ്റ് കോളത്തിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വരുന്നത് എങ്ങനെയാണ്? ടി വി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു വി വൺ പ്ലസ് ഇങ്ങനെ വന്നിട്ട് ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു വി എൻ മൈനസ് 1 പ്ലസ് ലാംഡ എൻ വി എൻ. അതിനകത്ത് ലാംഡ എൻ 0 ആണ്. അപ്പോൾ വി എൻ ഒന്നും ഇല്ല അതിനകത്ത്, വി എൻ്റെ ടേം ഇല്ല. അപ്പോൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ടി വി എൻ എങ്ങനെയായിരിക്കും? ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് വി വൺ കോമ എക്സെട്ര വി എൻ മൈനസ് 1 വെക്ടേഴ്സ് ആയിരിക്കും. അതെപ്പോഴും ഇവിടെ വരും, ക്യാപിറ്റൽ യുവിനകത്ത് വരും. ദസ് ടി റേസ് ടു എൻ വി എൻ ഈക്വൽ ടു ടി റേസ് ടു എൻ മൈനസ് 1 ഓഫ് ടി വി എൻ ബിലോങ്സ് ടു റേഞ്ച് ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, ടി വി എൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ്, യുവിനകത്തിലുള്ളത് കൊണ്ട് നമുക്കതിനെ റേഞ്ച് ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതാം. അത് ഈക്വൽ ടു റേഞ്ച് ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു എൻ. കാരണം യു ടി റെസ്ട്രിക്റ്റഡ് ടു യു, അപ്പോൾ ഡൊമൈൻ യു ആണ്, അതിൻ്റെ ഡയമെൻഷൻ എൻ മൈനസ് 1 ആണ്. അപ്പോൾ ആ പവർ എടുത്ത് കഴിയുമ്പോൾ പിന്നെ വരുന്നതിൻ്റെ എല്ലാം പവർ ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ ചൂസ് യു ബിലോങ്സ് ടു യു സച്ച് ദാറ്റ്, അപ്പോൾ ഇങ്ങനെ ഒരു എന്താണ്, ഇൻ അതർ വേർഡ്സ് വി ക്യാൻ ചൂസ് യു ബിലോങ്സ് ടു ക്യാപിറ്റൽ യു സച്ച് ദാറ്റ്. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് നമ്മളതെടുത്തത്? ടി റേസ് ടു എൻ വി എൻ ബിലോങ്സ് ടു റേഞ്ച് ടി റെസ്ട്രിക്റ്റഡ് ടു യു ദ ഹോൾ റേസ് ടു എൻ ആവുന്ന രീതി നമ്മൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് in other words we can choose u belongs to u such that u minus vn belongs to null t raised to n, completing the proof.